സെയിൻ ERP സോഫ്റ്റ്വെയറിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ സോഫ്റ്റ്വെയറിലേക്ക് പർച്ചേസ് എൻട്രി ചെയ്യാം. പർച്ചേസ് എൻട്രി ചെയ്യാൻ വേണ്ടി ആദ്യമായി നമ്മൾ സോഫ്റ്റ്വെയറിൽ പർച്ചേസ് പാർട്ടിയെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റിലുള്ള മെനുവിൽ മാനേജ് ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിലുള്ള പർച്ചേസ് പാർട്ടി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് പർച്ചേസ് പാർട്ടിയുടെ ഹിസ്റ്ററി കാണാൻ പറ്റുന്നതാണ്. ഒരു പർച്ചേസ് പാർട്ടിയെ പുതിയതായി ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റിലുള്ള ടോപ്പിൽ ആഡ് ന്യൂ പർച്ചേസ് പാർട്ടി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിലുള്ള കോളങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. ആദ്യമായി പർച്ചേസ് പാർട്ടി നെയിം കൊടുക്കേണ്ടതാണ്. ഡെമോ 2. ഇമെയിൽ കൊടുക്കണമെങ്കിൽ ഇമെയിൽ ഫിൽ ചെയ്യാം. അതിനുശേഷം ബാലൻസ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ബാലൻസ് കൊടുക്കാം. മൂന്നാമത് കോൺടാക്ട് നമ്പർ, വാറ്റ് നമ്പർ, സ്ട്രീറ്റ് നെയിം, അതായത് പർച്ചേസ് പാർട്ടിയുടെ അഡ്രസ്സ്, പിന്നെ നമ്മുടെ സെയിൽസ്മാൻ ഏതാണ്, സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് പാർട്ടിയെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ആവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് പർച്ചേസ് പാർട്ടിയുടെ ഹിസ്റ്ററി കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ലെഫ്റ്റിലുള്ള മെനുവിൽ പർച്ചേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വരുന്ന പേജിൽ നമ്മൾ അഡ്മിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അഡ്മിൻ പർച്ചേസും, സെയിൽസ്മാൻ ആണ് പർച്ചേസ് എൻട്രി ചെയ്യുന്നതെങ്കിൽ സെയിൽസ്മാൻ പർച്ചേസും സെലക്ട് ചെയ്യുന്നതാണ്. ലെഫ്റ്റിൽ ലോഗോൻ്റെ താഴെയായി നമ്മൾ അഡ്മിൻ ആണോ ഉള്ളത് അല്ല സെയിൽസ്മാനിലാണോ ഉള്ളത് എന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ അഡ്മിനിലാണ് ഉള്ളത്. അതുകൊണ്ട് അഡ്മിൻ പർച്ചേസ് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്ത പർച്ചേസ് എൻട്രിയുടെ ഹിസ്റ്ററി കാണാൻ പറ്റുന്നതാണ്. ന്യൂ പർച്ചേസ് ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ടോപ്പിൽ ന്യൂ പർച്ചേസ് സെലക്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഒരു പർച്ചേസ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായി ഫസ്റ്റ് പർച്ചേസ് ഇൻവോയ്സ്, അത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. പർച്ചേസ് ഡേറ്റും സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് സിസ്റ്റത്തിൻ്റെ ഡേറ്റ് ആയിരിക്കും സോഫ്റ്റ്വെയറിന് ഉണ്ടാവുക. മൂന്നാമതായി പർച്ചേസ് പാർട്ടിയെ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഡെമോ 2 സെലക്ട് ചെയ്ത് റെഫറൻസ് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല. അടുത്തതായി നമ്മൾ എന്താണോ ഏത് സ്റ്റോക്ക് ഏതാണോ, ഏത് പ്രൊഡക്റ്റാണോ സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ബാർകോഡ് വഴി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ആക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഡെമോ എന്ന പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്തു, ക്ലിക്ക് ചെയ്ത് പർച്ചേസിലേക്ക് ആഡ് ചെയ്തു. ഇവിടെ ബാർകോഡ് വന്നു, പ്രൊഡക്റ്റ് നെയിം വന്നു, സെയിൽ പ്രൈസ് വന്നു. സെയിൽ പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഇപ്പോൾ 1 ഉള്ളത്. മാക്സിമം പർച്ചേസ് പ്രൈസ്, ലാസ്റ്റ് പർച്ചേസ് പ്രൈസ്. ഇവിടെ മുമ്പ് നമ്മൾ പർച്ചേസ് പ്രൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ലാസ്റ്റ് പർച്ചേസ് പ്രൈസ് വരാത്തത്. അടുത്തത് മിനിമം സെയിൽ പ്രൈസ് കൊടുക്കാം. അടുത്തത് പർച്ചേസ് പ്രൈസ്, നമ്മൾ എത്ര പ്രൈസിനാണോ പർച്ചേസ് ചെയ്യുന്നത് ആ റേറ്റ് ഇവിടെ കൊടുക്കേണ്ടതാണ്. നമ്മൾ സെയിൽ പ്രൈസ് ചെയ്യുന്നത് 1000 റിയാലാണ്, 1500 ആണ്. ഇവിടെ നമുക്ക് 1000 കൊടുക്കാം. ക്വാണ്ടിറ്റി 10 കൊടുത്തു. അതിനുശേഷം ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കാം. ഡിസ്കൗണ്ട് എമൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് ഇവിടെ കൊടുക്കാം. താഴെ ഇവിടെ ടോട്ടൽ വന്നിട്ടുണ്ട്, നെറ്റ് എമൗണ്ട് ടോട്ടൽ വന്നിട്ടുണ്ട്. നമ്മൾ ആ പാർട്ടിക്ക് എത്രയാണോ പേ ചെയ്യുന്നത് ആ എമൗണ്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 10,000 ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം ഡിസ്കൗണ്ട് എമൗണ്ട് ഇവിടെ കൊടുക്കാം, ഗ്രോസ് എമൗണ്ട് കൊടുക്കാം. ടാക്സ് അവോയ്ഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ താഴെയുള്ള ആഡ് പർച്ചേസ് എന്ന ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് പർച്ചേസ് എൻട്രി ചെയ്യാവുന്നതാണ്. ഓക്കെ, കൺഫർമേഷൻ മെസ്സേജ് ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ ഇപ്പോൾ എൻട്രി ചെയ്ത പർച്ചേസിൻ്റെ ഒരു ഡീറ്റെയിൽ കാണാവുന്നതാണ്. അതിനുശേഷം ഇനി പുതിയൊരു പർച്ചേസ് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ പർച്ചേസ് കൊടുക്കാം. ഇത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ഇനി തിരിച്ച് ഹോമിലേക്കാണെങ്കിൽ ഹോമിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ പർച്ചേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഹിസ്റ്ററി വന്നു. നമ്മളിപ്പോൾ എൻട്രി ചെയ്ത പർച്ചേസിൻ്റെ ഹിസ്റ്ററി ഇവിടെ വന്നു. ഇതാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ഒരു പർച്ചേസ് എൻട്രി ചെയ്യാനുള്ള രീതി.